ഹലോ ഗായ്സ്, അപ്പം നമ്മളിന്ന് ഒരു അമ്മയും കുഞ്ഞിനെയും കാണാൻ പോവാ കേട്ടോ. വേറെ ആരുമല്ല, നമ്മുടെ വിദ്യേച്ചിയും കുഞ്ഞിനെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ വാപ്പി എന്നെ ഓച്ചറിലേക്ക് ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വാപ്പി ഓച്ചറിലുണ്ടാക്കിയപ്പോൾ തന്നെ എനിക്ക് ബസ് കിട്ടി. അങ്ങനെ ബസ്സിൽ കയറി ഇരുന്നു. അവരെയൊക്കെ വിളിച്ച് നോക്കിയപ്പം അവർ കുറേ പേര് ട്രെയിനിലാണ് വരുന്നത്. പുനലൂരിൽ നിന്നും പത്തനാപുരത്തു നിന്നൊക്കെ വരുന്നവർ. അപ്പോൾ അവരൊക്കെ ട്രെയിനിലാണ് വരുന്നതെന്ന് പറഞ്ഞു. പിന്നെ ബസ്സിൽ കയറി ഇരുന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ കരുനാഗപ്പള്ളി എത്തും കേട്ടോ. കുറച്ച് ദൂരമേ ഉള്ളൂ. അങ്ങനെ കരുനാഗപ്പള്ളി എത്തി. അപ്പോൾ തന്നെ എനിക്കൊരു കൊല്ലം ഫാസ്റ്റ് കിട്ടി, സൂപ്പർ ഫാസ്റ്റ് കിട്ടി. അങ്ങനെ അതിൽ കയറി. റോഡൊക്കെ ആകെ നാശമാക്കിയിട്ടേക്ക് ഭയങ്കരമായിട്ട് ഇതായി കിടക്കുക. ഭയങ്കര ബോറായിരുന്നു പോകാൻ. പിന്നെ ഞാൻ ഹെഡ്സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പാട്ടൊക്കെ കേട്ട് അങ്ങനെ ഇരുന്ന് അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കണ്ടു. ഇവിടെ എത്തിയപ്പോഴത്തേനും വണ്ടി കയറി ഇങ്ങനെ ബ്രേക്ക് പിടിച്ച് എൻ്റെ മൂക്ക് വന്ന് ആ കമ്പിയിൽ ഇടിച്ച് നല്ല വേദന ഉണ്ട് എനിക്കിപ്പം കേട്ടോ. വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് കേട്ടോ നല്ല വേദനയുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ ഈ ഒരു പ്ലേസൊക്കെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ കൊല്ലം എത്താറായി. അങ്ങനെയായിട്ടാണ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അങ്ങനെ പാട്ടൊക്കെ കേട്ടിരുന്ന് അങ്ങനെ കൊല്ലം എത്തി. അവിടെ എത്തിയപ്പോൾ തന്നെ എനിക്കൊരു കൊട്ടാരക്കര ബസ് കിട്ടി കേട്ടോ. എനിക്കാണെങ്കിൽ ചന്ദനത്തോപ്പ് ഇറങ്ങേണ്ടത് എവിടെയാണെന്ന് അറിയത്തില്ലായിരുന്നു. ഞാൻ പിന്നെ ബോർഡ് നോക്കിയിട്ടാണ് ഇതാക്കിയതെങ്കിലും കണ്ടക്ടറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ അവിടെ എത്തുമ്പോൾ ഒന്ന് പറയണേന്ന്. അങ്ങനെ ഞാൻ എന്താ ചെയ്തു, അവിടെ കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവിടെ എത്തി. പിന്നെ കുറച്ചങ്ങോട്ട് നടക്കണം. അപ്പം ഞാൻ കൂട്ടുകാരിനെ വിളിച്ചിങ്ങനെ വഴി ചോദിച്ചു. അങ്ങനെ അവൾ പറഞ്ഞു തന്നു. ആ ഒരു ഇതിൽ ഞാൻ നടന്നു. നല്ല വെയിലുണ്ടായിരുന്നു, എൻ്റെ പൊന്നോ ഭയങ്കര വെയിലായിരുന്നു. അങ്ങനെ നടന്ന് അവിടെ എത്തിയപ്പോൾ തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും നല്ല കുറേ നാൾക്ക് ശേഷം കണ്ടപ്പം ഒരു മാസം ആയില്ല, എന്നാലും കുറച്ച് നാൾക്ക് ശേഷം കണ്ടപ്പോൾ അതിൻ്റെ വിശേഷം. അപ്പോഴേക്കും അമ്മ എനിക്ക് വെള്ളം കൊണ്ടു തന്നു, പഴം കൊണ്ടു തന്നു. പിന്നെ എല്ലാവരും കൂടെ റൂമിൽ വന്നിരുന്ന് കഥ പറച്ചിലായി. കാരണം വിദ്യേച്ച് കുറേ നാളെ ക്ലാസ് ഉണ്ട്. അപ്പോൾ ക്ലാസ്സിലെ കാര്യങ്ങളും പിന്നെ ഓരോരുത്തരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഊക്കലും അതും ഇതൊക്കെ ആയിരുന്നു. പിന്നെ നന്നായിട്ട് വാ തുറക്കുന്ന ആരും ഇവിടെ വാ തുറന്നിട്ടില്ല. ഭയങ്കര സൈലൻ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും ഇതായിട്ട് നമ്മൾ കുറേ നേരം ഊക്കിക്കൊന്നു. പിന്നെ കുഞ്ഞ് നല്ല ഉറക്കത്തിലായിരുന്നു. അതുകൊണ്ട് അവനെ കളിപ്പിക്കാനൊന്നും കിട്ടിയില്ല. അവനെ നല്ലപോലെ അവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ നല്ല ഉറക്കമാണ്. പിന്നെ അവന്മാരവിടുന്ന് ഫോണിൽ കളിച്ചുകൊണ്ടിരുന്ന്. അപ്പോഴത്തേക്കിനും ഞങ്ങൾ അകത്ത് വന്ന് സംസാരം തന്നെ, ഇത് വേറെ പണിയൊന്നുമില്ല. പിന്നെ ഫുഡ് കഴിക്കാൻ വിളിച്ച്. അങ്ങനെ ഞങ്ങൾ അച്ഛൻ പോയി വാഴയിലൊക്കെ വെട്ടിക്കൊണ്ട് വന്നു. ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ ഇലയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് എല്ലാവരും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ഇങ്ങനെ ഇരുന്ന്. നമുക്ക് ഫുഡ് എന്താണെന്ന് വെച്ചാൽ ബിരിയാണിയായിരുന്നു. നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു. നല്ല വലിയ അരിയുടെ നല്ല ബിരിയാണി ആയിരുന്നു. അമ്മ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അമ്മ ഉണ്ടാക്കിയത്. അങ്ങനെ ഞങ്ങളതെല്ലാവരും നല്ലപോലെ ആസ്വദിച്ച് അത് കഴിച്ചെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഞാനൊക്കെ കഴിച്ച് കഴിഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ്. ഞാൻ പിന്നെ പതിയൊക്കെ ഇരുന്ന് കഴിച്ചങ്ങ് എഴുന്നേറ്റ്. അപ്പോഴേക്കും അച്ഛൻ പോയി ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. അതിനിടയ്ക്ക് എനിക്ക് മഞ്ഞ ഐസ്ക്രീം കിട്ടിയെന്ന് പറഞ്ഞാൽ മഞ്ഞ വേറെ ആൾക്ക് കൊടുത്ത് അവിടുന്ന് വെള്ളം വാങ്ങി. അതിൻ്റെ സംസാരമായി. അങ്ങനെ നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ. കാരണം കുറേ നാൾക്ക് ശേഷം എല്ലാവരും കൂടുമ്പോൾ നല്ല രസം ഉണ്ടാവില്ലേ. അങ്ങനെ പിന്നെ അടുത്ത ഫോട്ടോ എടുക്കാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഓരോരുത്തർ മേക്കപ്പൊക്കെ തുടങ്ങിയത്. അവളൊക്കെ എൻ്റെ പൊന്നാ ലിപ്സ്റ്റിക്കൊക്കെ വാരിയിട്ട്. പിന്നെ ഇത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു കുഞ്ഞുങ്ങളോട് കൂടുതൽ സ്നേഹമുള്ളൊരു കുട്ടിയാണ് കേട്ടോ. അവൾക്ക് ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഫോട്ടോ എടുക്കാൻ നേരത്ത് അവൾ കുഞ്ഞിനെയൊക്കെ എടുത്തോണ്ട് എന്താ പറയുക, വീഡിയോ ഇടല്ലേ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാനും പോയി മുടിയൊക്കെ കെട്ടി പൗഡറൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കല്ലേ അപ്പോൾ സെറ്റാകാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് പോയി സെറ്റായി. പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടല്ലേ എന്ന് പറയുന്നത് ഇടാൻ വേണ്ടിയിട്ടാണ്, നമുക്കറിയാമല്ലോ. അങ്ങനെ എല്ലാവരും സെറ്റായി നമ്മൾ ഇറങ്ങി. കുറേ നേരം അവിടെ നിന്ന് കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരുന്നു. പിന്നെ ആ സമയത്ത് ഞാൻ പോയി എനിക്ക് ഷൂടാണുള്ളതുകൊണ്ട് ഷൂടാൻ കുറച്ച് പണിയായിരുന്നു. അങ്ങനെ അവിടെ പോയി ഇരുന്ന് ഷൂടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഷൂടായിരുന്നു. അപ്പോഴേക്കും അവിടെ പോകുന്ന കാര്യവും എങ്ങനെയാണ് പോകുന്നതെന്നുള്ളതൊക്കെ ചർച്ചയായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം അങ്ങനെ എല്ലാവരും ഫോട്ടോ എടുക്കാനൊക്കെ സെറ്റായിട്ട് നിന്നെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും സഹിലിന് കുഞ്ഞിനെ എടുക്കാൻ അറിയില്ല, അവൻ എടുക്കത്തില്ല, അവന് പേടിയാന്ന് പറഞ്ഞു. അപ്പോൾ അവൾ നിർബന്ധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവനെ കൊണ്ട് ഒക്കത്തില്ല, അവൻ്റെ കൈ വിറയ്ക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് കുറേ നേരം ശ്രമിച്ചെങ്കിലും അവന് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അത് വിട്ട്. പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് പറയാം, സബ്സ്ക്രൈബേഴ്സ് അല്ല എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്ന എല്ലാവരുടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ പരമാവധി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഈ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് അടുത്ത വീഡിയോ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും ഫോട്ടോ എടുക്കാനൊക്കെ നിന്നു. ചേച്ചി നടുക്കിർത്തി. പിന്നെ ലാസ്റ്റ് നമ്മൾ സഹിലിനെ കൊണ്ട് ഷനാത്ത കുഞ്ഞിനെ എടുപ്പിച്ച്. കാരണം അവൻ ലാസ്റ്റ് അവനെടുത്ത് അവൻ പറയൂ എൻ്റെ കൈയൊക്കെ പറയുന്നത് എനിക്ക് എടുക്കാൻ അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് അവനെ കൊണ്ട് എടുപ്പിച്ചിട്ട് പിന്നെ അവനെ നടുക്ക് നിർത്തിയിട്ട് നമ്മൾ എല്ലാവരെയും കൂടെ വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ പ്ലാൻ ചെയ്ത്. അങ്ങനെ അവൻ കൈയൊക്കെ വിറയ്ക്കുന്നുണ്ട്. അവന് എടുക്കാനൊരിതായതുകൊണ്ട്. പിന്നെ എല്ലാവരും പോകാനൊക്കെ യാത്രയൊക്കെ ചോദിക്കുന്നുണ്ട്. ഇനി ഇവരൊക്കെ അങ്ങ് ബസ്സിലങ്ങ് പോകണം. നമ്മളും ഇങ്ങോട്ടും അവരങ്ങോട്ടും. പിന്നെ ട്രെയിനിൽ പോകാൻ ട്രെയിനില്ല. പിന്നെ അവരങ്ങോട്ടും പിന്നെ ഞങ്ങളും റെഡിയായി. അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങി തിരിച്ച്
എന്താ വീട്ടിലേക്ക് പോവുകയാണ്. ഈ യാത്ര ഭയങ്കര ഈ വെയിലുള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട്. ഭയങ്കര വെയിലായതുകൊണ്ട് യാത്രയിൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. പിന്നെ സീറ്റ് ഉണ്ടായിരുന്നില്ല ബസ്സിൽ. എന്താ വളരെ കഷ്ടപ്പെട്ട് നിന്ന് ഞാൻ കഴിക്കാനൊക്കെ സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു ബസ്സിൽ നിന്ന് കഴിക്കാൻ. പക്ഷെ അതിനൊന്നും സാധിച്ചില്ല. അങ്ങനെ നമ്മളിതാ ഈ റോഡൊക്കെ കണ്ട ഇങ്ങനത്തെ ഒരു പണിയായി കാരണം നമുക്ക് ബസ്സിലിങ്ങനെ പിടിച്ച് നിൽക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ എങ്ങനെയോ ഞാൻ ഓച്ചറിലെത്തി. നടന്ന് പോയപ്പോൾ ഞങ്ങളുടെ അപ്പുറത്തെ അച്ഛനെ കണ്ട. അച്ഛൻ സൈക്കിളിൽ വരുമായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ബാ കയറെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സൈക്കിളിൽ അച്ഛൻ്റെ കൂടെ ലിഫ്റ്റ് അടിച്ച് പോവുകയാണ്. അച്ഛൻ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഒരു കഥകളൊക്കെ പറഞ്ഞ് ഞാൻ അച്ഛനും കൂടെ അങ്ങനെ പോയി. ഞാൻ കാലൊക്കെയായിട്ട് ഇങ്ങനെ ഇരിക്കുക. കാരണം സൈക്കിളിലൊക്കെ കുറേ നാൾക്ക് ശേഷമാണ് പോകണം. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതും പിന്നെ അച്ഛൻ എന്തൊക്കെയാണ് ഞങ്ങളിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ തന്നെ അച്ഛൻ അവിടെ കൊണ്ടുവന്ന് ഇറക്കി. അച്ഛൻ അങ്ങോട്ട് സാധനം മേടിക്കാൻ പോകണമായിരുന്നു കടയിൽ. പിന്നെ ഞങ്ങളുടെ അവിടുത്തെ റോഡിൽ അച്ഛൻ കൊണ്ടുവന്ന് ഇറക്കി. പിന്നെ നമ്മുടെ ഈ റോഡിലോട്ട് ഞാനിങ്ങനെ നടന്ന് വന്ന് നമ്മുടെ അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. അങ്ങനെ ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്ക് തുണി പറക്കാനൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം അതെല്ലാം പറക്കി വന്നിട്ടാണ് ഞാൻ കഥ തുറന്നകത്ത് കയറിയത്. അങ്ങനെ കതക് തുറന്ന് ഞാൻ അകത്ത് കയറാൻ പോവുകയാണ് ഗൈസ്. അങ്ങനെ കതക് തുറന്ന് അകത്ത് കയറി നമ്മുടെ തലയിലിരിക്കുന്ന സ്ലൈഡെല്ലാം കളഞ്ഞപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. കാരണം എനിക്ക് ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു. എനിക്ക് തലയിൽ ഇങ്ങനെ അധിക സാധനം വെക്കാൻ പറ്റില്ല. വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ തലവേദന എടുക്കും. അങ്ങനെ വീട്ടിലാരും ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും കടയിൽ പോയിക്കായിരുന്നു. അങ്ങനെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ പോയി ഫ്രഷൊക്കെ ആയി. ഫ്രഷായി വന്നാൽ എനിക്ക് സമാധാനമാകത്തുള്ളൂ. കാരണം നല്ല വെയിൽ കൊണ്ടുകൊണ്ട് തലവേദന ഉണ്ടായിരുന്നു നല്ലപോലെ. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിലോട്ട് കാണാം. ഓക്കെ, ബൈ.